നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പൊന്നാനി പുഴമ്പ്രത്ത് കലുങ്കിന് താഴത്തു നിന്നും മനുഷ്യന്റെ തലയോട്ടി കണ്ടെടുത്തു. സംഭവത്തിൽ പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫുട്ബോൾ കളിക്കുകയായിരുന്ന കുട്ടികളാണ് തലയോട്ടി കണ്ടത്. പുഴമ്പ്രം ചെറുവായ്ക്കരയിൽ കലുങ്കിന് താഴെ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു തലയോട്ടി. ചേളാരി ദേശീയപാത 66 കോഹിനൂരിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചേളാരി പാണമ്പ്ര റഷീദിന്റെ മകൻ മുഹമ്മദ് ഷിബിലിയാണ് മരിച്ചത്. 2024 മാർച്ച് 31 പയ്യനാട് വടക്കാങ്ങര AMUP സ്കൂളിൽ നിന്നും വിരമിക്കുന്ന NT ഫാറൂഖ് മാസ്റ്റർ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്നേഹസമ്മാനവും സ്നേഹവിരുന്നും നൽകി. LKG മുതൽ 7 വരെ ക്ലാസുകളിലായി പഠിക്കുന്ന 740 വിദ്യാർത്ഥികൾക്കാണ് സമ്മാനം നൽകിയത്. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് മലപ്പുറം കീഴ്ശ്ശേരി സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. കീഴ്ശ്ശേരി 1-ാം മൈൽ ചേരിക്കമ്മൽ ഷൗക്കത്തലിയുടെ മകൻ ഷാഫിയാണ് മരിച്ചത്. മഞ്ചേരിയിലെ ആഗോള പ്രവാസി കൂട്ടായ്മയായ ഇമാ ഗ്ലോബൽ മഞ്ചേരിയും അത്താണിയിലെ കലാകൂട്ടായ്മയായ അത്താണി പാട്ടുപുരയും ലിമ്ര മെഡിക്കൽ മഞ്ചേരിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യമായി ലഭ്യമാക്കിയ ക്യാമ്പ് നിരവധി ആളുകൾ പ്രയോജനപ്പെടുത്തി. താനൂർ റെയിൽവേ സ്റ്റേഷനിൽ പട്ടാപ്പകൽ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് 5-അംഗ സംഘം കവർച്ച നടത്തി. ഞായറാഴ്ച വൈകിട്ട് 5:30 സ്റ്റേഷനിൽ ട്രെയിനിറങ്ങിയ കൊൽക്കത്ത സ്വദേശിയായ തൊഴിലാളി രത്തൻദാസ് ആണ് ക്രൂരമായ മർദ്ദനത്തിനും മോഷണത്തിനും വിധേയനായത്. വേനൽ കനക്കുമ്പോൾ ശുദ്ധജലക്ഷാമം അതിരൂക്ഷമായ കൊണ്ടോട്ടി കോടങ്ങാട് കുന്നത്ത് SC കോളനിയിലും പരിസര പ്രദേശത്തെ ചുള്ളിയിൽ ആശാരിമുക്ക് ചോലയ്ക്കൽ പ്രദേശങ്ങളിലും ജനജീവിതം ദുസ്സഹമാകുന്നു. മേഖലയിലെ 75-ലധികം കുടുംബങ്ങളിലെ 500-ൽ പരം പേർക്ക് ദാഹജലത്തിനടക്കം ഏക ആശ്രയമായ കോടങ്ങാട് സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കിണറും വറ്റുകയാണ്. ഇതോടെ ദാഹജലത്തിനായി വലയുകയാണ്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.